ഹലോ ഗെയ്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളതേ നല്ല സോഫ്റ്റായൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു കുറുമ. ഇത് നല്ലൊരു ടേസ്റ്റാണ് രാവിലെ. ഗ്രീൻ പീസ് കൊണ്ടുള്ള കറി, ഈ അപ്പം. ഇനി അപ്പം ശരിയായില്ല എന്ന് പറയരുത്, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. നല്ല സോഫ്റ്റായ വെള്ളപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. പച്ചരി തേങ്ങയൊക്കെ വെച്ചിട്ടാട്ടോ, കുറച്ച് ചോറും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇത് ചേർക്കണില്ല. കുറച്ച് ഈസ്റ്റും ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാം കേട്ടോ. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു പാകം. മിക്സിയിൽ നല്ലോണം അരക്കണം. പച്ചരി 4 മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്നിട്ട് നമുക്ക് രാത്രി അരച്ചിട്ട് രാവിലെ ഉപയോഗിച്ചാൽ അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും, പുളിച്ച് വന്നിട്ടുണ്ടാവും. അതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് സ്റ്റീലിൻ്റെ വലിയ ഗ്ലാസ്സിനായിട്ട് വളർന്നിക്കണേ. 3 ഗ്ലാസ് പച്ചരി നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 4 മണിക്കൂർ നേരം കുതിർക്കുക. നല്ലോണം കുതിരാണ് കേട്ടോ. അപ്പോഴോളം മിക്സിയിൽ അടിച്ചാൽ നല്ലോണം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ തണുപ്പാവുകൊണ്ട് വല്ലാതെ പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ടു കേട്ടോ. ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും തണുപ്പല്ല, ചൂട് കാലമാണെങ്കിൽ ഈസ്റ്റ് ഇടാതിരുന്നാലും ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഞാനൊരല്പം ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, അധികം ഇട്ടിട്ടില്ല. നമ്മൾ അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വൈകുന്നേരത്താണ് ഇത് അരച്ച് വെക്കണത്, രാവിലെയാണ് ചുട്ടത് കേട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. തണുപ്പാകുമ്പോൾ പിന്നെ കുറച്ചധികം സമയം നമ്മൾ മാവ് കൂട്ടി വെക്കേണ്ടി വരും. അതിനായിട്ട് കുറച്ച് പച്ചരി അതിലിട്ടിട്ടേ നമുക്കൊരു കപ്പ് തേങ്ങ, ഈ കപ്പിന് ഒരു കപ്പ് തേങ്ങ, ഇതിപ്പോൾ ഒരു മുറി തേങ്ങ ഉണ്ട്, ഒരു കപ്പ് ചോറും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചരിയും ഈ ഒരു കപ്പ് തേങ്ങയും ഈ ചോറും ഇട്ടിട്ട് ആദ്യം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അധികം ഒഴിച്ചതേ പാകത്തിന് ഒഴിച്ചോളൂ. അങ്ങനെ നല്ലോണം അരച്ചെടുക്കട്ടോ. ആദ്യം കുറച്ച് അരച്ചിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി, അല്ലെങ്കിൽ ഒക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും, നല്ലോണം അരഞ്ഞ് കിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം മിക്സിയിൽ ഒഴിച്ച് നോക്കി, അരി അരഞ്ഞിട്ടില്ല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ കുറച്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് സ്റ്റക്കാവും അല്ലേ. ഇതിപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. ഇങ്ങനെ അരയണം കേട്ടോ. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തവും കൂടി പച്ചരി നമുക്ക് ഇട്ടുങ്ങാണ്ട് അരച്ചെടുക്കാം. അങ്ങനെ കുറച്ചിട്ട് അരക്കുമ്പോഴേ നല്ലോണം പച്ചരി അരഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ഫൈനായിട്ട് മിക്സിക്ക് വലിയ കേടും ഉണ്ടാവില്ല. മറ്റേ മിക്സിയൊക്കെ ചൂടായി സ്റ്റക്കാവും, അതിൻ്റെ ബട്ടണൊക്കെ അമർത്തേണ്ടി വരും. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടോ. ഞാനിപ്പോൾ ഈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, നല്ല ഈസ്റ്റാണിത്. അപ്പോൾ ഇത് അളന്നിട്ടൊന്നുമില്ല, ഒരു ടീസ്പൂണൊന്നും ഉണ്ടാവില്ല, ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം വേണ്ടല്ലോ, അധികം ഇട്ട് കൊടുത്തോ. ഞാനിങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ട് ഇനി നമുക്ക് അടുത്ത പച്ചരിയും കൂടി അതിൽ നല്ലോണം അരച്ചെടുക്കാം. ഇത് നമുക്കൊക്കെ അരച്ചിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് മൂടി വെച്ചിട്ട്, ഞാൻ ഇപ്പോൾ വൈകുന്നേരത്ത് രാത്രി അരച്ചിട്ട് രാവിലെയാണ് ഇതെടുത്തത്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടേ ഒരു 5-6 മിനിറ്റ് നമ്മൾ ആ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി ഒഴിപ്പിച്ചണം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ കയ്യിലുകൊണ്ട് 5-6 മിനിറ്റ് ഇങ്ങനെ ഇളക്കിങ്ങാണ്ട് ഒക്കെ ഒന്ന് യോജിച്ചണം കേട്ടോ. ഈ പഞ്ചസാരയും ഈ വെളിച്ചെണ്ണയും കൂടി ഇതിലിങ്ങോട്ട് യോജിച്ച് കിട്ടണം. ഉപ്പ് നമുക്ക് രാവിലെ ഇട്ടാൽ മതി, ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതൊക്കെ തട്ടപ്പോൾ ഇതിൻ്റെ ഒരു പാകം അയവ് ഇതാണ്. വല്ലാതെ ലൂസാക്കാനും പറ്റില്ല, വല്ലാതെ ടൈറ്റാക്കാനും പറ്റില്ല. അതിൻ്റെ ഒരു അങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോഴേ അതിൻ്റെ പാകം നമുക്കറിയും അപ്പത്തിൻ്റെ അല്ലേ. ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഇത് പൊങ്ങി വരുമ്പോൾ ഒന്നുകൂടി ലൂസായിട്ട് വരും. അങ്ങനെ നമുക്ക് മാവൊക്കെ കൂട്ടി വെച്ച വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ വീഡിയോ ഇഷ്ടമായാലേ ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ട് ആ ഹോളെന്ന ഓപ്ഷൻ അമർത്തിയിട്ടേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ചെയ്യും. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് ചെയ്യാത്തവരൊക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്, ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കൊണ്ടു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നേരം വെളുത്തിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുങ്ങണം. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. നൊരയൊക്കെ വന്നിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അല്ലേ. പൊടിയൊക്കെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഈ പാലപ്പത്തിൻ്റെ കൂടെ നമ്മളെ പിന്നെ കുറുമ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇറച്ചി കുറുമ ഉണ്ടെങ്കിൽ ചിക്കൻ കുറുമ പറ്റും, അങ്ങനെ വെജിറ്റബിൾ കുറുമ
അങ്ങനെ അരച്ച് വെച്ച കറിയൊന്നും രസമല്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ അതിൽ കുറച്ച് മധുരം ഇട്ടുകാണ്ട് ഉപ്പും മധുരം ഒരു നുള്ളു ഉപ്പും ലേസം മധുരം ഇട്ടിട്ട് അതൊന്ന് കൂട്ടി നോക്കി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറുമ ഉണ്ടാക്കണം. മുളകും പൊടി ഒന്നും ഇടാതെ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് മഞ്ഞളൊന്നും ഇടാതെ വെള്ളക്കറി കുറുമയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഇനി കിഴങ്ങ് കൊണ്ട് കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും, വെള്ളസ്റ്റ്. അങ്ങനെ നമുക്ക് അപ്പം ചുടുന്ന കല്ല്, ഇങ്ങനത്തെ ദോശക്കല്ല് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ചിറ്റിച്ചാൻ പറ്റുന്ന അങ്ങനത്തെ കല്ലിൽ ചുടണം കേട്ടോ. അപ്പോഴേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചുടുകൊണ്ടു. അങ്ങനെ നമ്മളെ ദോശ ചട്ടിയൊക്കെ നല്ലോണം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു തവി ഒഴിക്കുക. ഒരു തവിയും ഒരു കുറച്ചും കൂടി ഒഴിച്ചണം കേട്ടോ. അത് തവിയാകുമ്പോൾ കുറച്ച് കുറവാക്കാൻ കട്ടി. ഞാൻ അപ്പോൾ ആദ്യം ഒരു തവിയാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ ചിറ്റിച്ചിട്ട് പിന്നെ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് അതിന് ഇങ്ങനെ കുമിളകളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരണം കേട്ടോ. കുമിളകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് നമ്മൾ ഫ്ലെയിം ചെറുതാക്കിയിട്ട് നല്ലോണം കുമിളകൾ വന്നിട്ടേ അടച്ചേക്കാൻ പറ്റുള്ളൂ. തീ കുറച്ച് കണ്ടി നമ്മൾ അതിൻ്റെ അടുപ്പുകൊണ്ട് അടച്ചേക്കുക. അപ്പോൾ അതിൻ്റെ നടുവിൽ കുറച്ച് കട്ടി ഉണ്ടാവും, അത് വെന്ത് കിട്ടണമല്ലോ. അങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ കൂട്ടുകാരെ നമ്മളെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടോ നമുക്കേ ഗ്രീൻ പീസ് കൊണ്ട് നല്ലൊരു കുറുമ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും ഒരു സവാളയും അരിഞ്ഞിടുന്നുണ്ട്. ഇതാദ്യം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ അത്. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ, എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ. ഈ പച്ചമുളക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു എരിവുണ്ടായിരുന്നു കേട്ടോ, ഒരു പാകത്തെ എരിവുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല എരില്ല പച്ചമുളക് ആയതുകൊണ്ട് ഒരു പാകത്തെ എരിവുണ്ട്. ഞാൻ അധികം എരിവ് വേണ്ടവർക്ക് കുരുമുളക് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ കുരുമുളകൊന്നും ഇതിലിട്ടിട്ടില്ല. ഈ പച്ചമുളകിന് അത്യാവശ്യത്തിന് എരിവുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എരിവ് വല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ എരിയിട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ഒരു വെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഉപ്പിട്ടുങ്ങാണ്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടോ. ഒരു 3 വിസിൽ വന്നപ്പോൾ വെന്തു. ഇനി നമുക്കൊരു മുറി തേങ്ങ ചിരകിയത് അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കണം കേട്ടോ. തേങ്ങേൻ്റെ പാലാണ് ഇതിൽ ഒഴിക്കുന്നത്. പാലൊഴിച്ചുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. തേങ്ങ അങ്ങനെ പറഞ്ഞാൽ രസം ഉണ്ടാവില്ല. അങ്ങനെ തേങ്ങേൻ്റെ പാലൊക്കെ നമുക്കേ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ കൊണ്ട് നല്ലോണം തണുത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം, വലിയ ചൂടിലല്ല, വെള്ളം ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോഴേ തേങ്ങേൻ്റെ പാലൊക്കെ കിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങകളെ അരക്കുമ്പോൾ ഒരു ലേശം ചൂടുവെള്ളം, അധികം ചൂട് പറ്റില്ല കേട്ടോ, മിക്സിയിൽ അരക്കണമല്ലേ, ചൂടുവെള്ളം ഒഴിച്ച് കാണാൻ അരച്ച് നോക്കി. അപ്പോൾ തേങ്ങേൻ്റെ പാൽ നല്ലോണം കിട്ടും. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസൊക്കെ പച്ചപ്പട്ടാണി കടലയൊക്കെ നല്ലോണം വെന്ത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചില കടല വല്ലാതെ വേവില്ല, അത് നല്ല വേകണ കടലയാണ്. ഇനി നമുക്കിത് ലാസ്റ്റായിട്ട് അതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് ചെറിയുള്ളി വെച്ചൊന്ന് തൂമിച്ചട്ടോ. ഞാൻ കുറച്ച് ചെറുള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാലേ അപ്പത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കറി. അപ്പത്തേക്കും ദോശയ്ക്കൊക്കെ പറ്റും. അപ്പത്തേക്കാകുമ്പോൾ പിന്നെ കുറുമയുള്ള രസം ഉണ്ടാകും. ഇറച്ചി കൊണ്ടാണെങ്കിലും കുറുമ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ അതാണ് ഇഷ്ടം, ഞങ്ങൾക്കൊക്കെ അതാണ് ഇഷ്ടം. അത് തന്നെയാണ് ടേസ്റ്റും. ഇപ്പോൾ ഈ അപ്പത്തേക്ക് വേണമെങ്കിൽ നിങ്ങളെ വെറും തേങ്ങാപ്പാൽ മധുരമിട്ടുകൊണ്ട് തിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അങ്ങനെ ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടേ ആ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എളുപ്പത്തിലുണ്ടാകാൻ പറ്റുന്നൊരു കറി കേട്ടോ. നിങ്ങൾ വഴറ്റാനും ഇതാക്കാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെയാണ് വേവിച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ സവാള ഒന്ന് വഴറ്റുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് കേട്ടോ ഈ കുറുമ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ചോന്ന് വന്നിട്ടുണ്ടോ. ഇനി നമുക്ക് രണ്ട് കറിവേപ്പില ഇട്ടിട്ടേ അതൊന്ന് താളിച്ചെടുക്കാം. നമുക്ക് ഈ കുക്കറിന് തീ കണ്ടിട്ട് കൊടുക്കുക. ഈ വന്ന ഗ്രീൻ പീസ് കേട്ടോ, പച്ചപ്പട്ടാണി കടല നമുക്ക് അതിൽ കണ്ടിട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാലോണ്ട് ഒഴിച്ചിട്ടേ ആ തേങ്ങാപ്പാലൊന്ന് കുറുകി വരുവോളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങേൻ്റെ പാല് നല്ലോണം ചുടുവെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ അരച്ചിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പാല്. ഈ തണുപ്പിനാവുമ്പോഴേ ഫ്രിഡ്ജിലൊക്കെ വെച്ച തേങ്ങയാണെങ്കിൽ ലേശം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തു കൊണ്ടു. ഏത് തേങ്ങയാണെങ്കിലും ചുടുവെള്ളം കുറച്ച് ഒഴിച്ചുമ്പോഴേ വലിയ ചൂടിൽ ഒഴിച്ച് കേട്ടോ, മിക്സി കത്തും. ചെറിയ ചൂടിൽ ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് അരച്ച് നോക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ മുഴുവൻ കിട്ടും. അപ്പോൾ ഇതിക്കൊരു കിഴങ്ങൊക്കെ വേണമെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല. കിഴങ്ങിടുമ്പോൾ ഒന്നുകൂടി കൊഴുപ്പ് കൂടും. ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അല്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ ഈ തേങ്ങാപ്പാൽ. ഈ കറി ഒഴിച്ചാണ്ട് ഈ അപ്പം തിന്നാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഇട്ടതാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അങ്ങനെ കുറച്ച് കറിയൊക്കെ ഒഴിച്ചിട്ടേ അതിൻ്റെ അരവും ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് നല്ലോണം വെന്തിട്ടുണ്ടാവും, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കടിച്ച് തരാം. ഒരു 3 വിസിൽ വന്നപ്പോൾ തന്നെ നല്ല വെന്തിട്ടുണ്ടോ. നമുക്കൊന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി രാവിലെ. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം ഉണ്ടാക്കട്ടെ, 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പത്തിൻ്റെ വീഡിയോ ആണ്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു എല്ലാ കൂട്ടുകാരും. രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.